അസ്സലാമു. ഞാൻ ബഷീർ, പാനയക്കുളത്തറ വീട്. ഞാൻ 2 വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എൻ്റെ ചോദ്യത്തിലേക്ക് വരുന്നത്. ഒന്നാമത്തേത്, ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഞാൻ അക്ബർ സാഹിബിനെയും നിച്ചോ ട്രൂത്തിനെയും ഫോളോ ചെയ്യുന്നതാണ്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അക്ബർ സാഹിബ് പ്രസംഗിക്കുന്നു, നിച്ചോ പരിപാടി നടത്തുന്നു പറഞ്ഞാൽ ഏതാണ്ട് 30,000 പേര് പങ്കെടുക്കുമായിരുന്നു. എറണാകുളം, കോതമംഗലം, പാനയക്കുളത്തൊക്കെ നടത്തിയ പരിപാടികൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇന്ന് അത് തന്നെ 300 പേരിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ വസ്തുത. എന്താണ് കാരണം നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇന്ന് ഈ പ്രസ്ഥാനവും പല കഷ്ടങ്ങളായി ചിഹ്നിച്ചെറിയിരിക്കുന്നു. രണ്ടാമത്തെ വസ്തുത എന്ന് പറഞ്ഞാൽ അന്നുണ്ടായിരുന്ന സോഷ്യൽ ഫാബ്രിക്കല്ല ഇന്നുള്ളത്. ഇന്ന് ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവർക്കിടയിലുള്ള മതേതര സോഷ്യൽ ഫാബ്രിക്കിന് വലിയ പരിക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പരിക്കുകൾക്ക് കാരണം അക്ബർ സാഹിബ് വ്യക്തിപരമായിട്ട് എടുക്കരുത്. അക്ബർ സാഹിബും നിച്ചോ സൂഫും അതിൻ്റെ കാരണമാണ് എന്നാണ് ഞാൻ പറയുന്നത്. അതിന് കാരണമാണ് എന്നാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചത് കൊണ്ട് സംഭവിച്ച കാരണമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ആ ആയത്തുകൾ 2-3 ആയത്തുകൾ മാത്രം, അതിൻ്റെ ആശയങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വരികയാണ്. അൽ-മാഇദ 43 മുതൽ 50 വരെയുള്ള ആയത്തുകൾ നമ്മൾ പഠിച്ചു പിടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഖുർആൻ പറയുന്നുണ്ട് ഇത്തരം മതസ്ഥരോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. അവിടെ തൗറാത്ത് അവരുടെ കൈകളിലുണ്ട്. ആ തൗറാത്ത് അവർ കൈകളിൽ ഇരിക്കുമ്പോൾ അവർ നിന്നെ വിധികർത്താവാക്കേണ്ടതില്ല എന്ന് വളരെ കൃത്യമായിട്ടാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ തൗറാത്ത് അവർ കൈകളിൽ ഉണ്ട് എന്ന് വളരെ വ്യക്തമാണ്. പക്ഷെ എന്നിട്ട് നമ്മൾ പറയുന്നത് തൗറാത്ത് നിലവിലില്ല, തൗറാത്ത് നശിച്ചു പോയി, അത് നാമാവശേഷമായി പോയി എന്നാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. രണ്ടാമത്തത് ഇഞ്ചീലുകാരോട് ചോദ്യം മനസ്സിലായി. അതിങ്ങനെ ചോദ്യം തീരുന്നതിന് മുമ്പ് നിർത്തുന്നുണ്ട്. കാര്യം ചോദിച്ചു കഴിയട്ടെ. അത് അസക്ഷരാകല്ലേ നിങ്ങൾ, വേഗം തയ്യാറാകും. നിലപാട് ശരിയല്ലല്ലോ. രണ്ടാമത്തത് ഇഞ്ചീലുകാരോട് കൃത്യമായിട്ട് ഖുർആൻ പറയുന്നത് ഇഞ്ചീൽ അവരുടെ കയ്യിലുള്ളപ്പോൾ ഇഞ്ചീലുകാർ ഇഞ്ചീൽ വെച്ച് വിധി കൽപ്പിക്കട്ടെ കൃത്യമായി ഖുർആൻ പറഞ്ഞതിന് ശേഷവും നമ്മളോട് അവരോട് പറയുകയാണ് നിങ്ങളുടെ ഇഞ്ചീലില്ല, നിങ്ങളത് കാലഹരണപ്പെട്ടുപോയി, അത് നാമാവശേഷമായി. അങ്ങനെ ഉണ്ടെങ്കിൽ അക്ബർ സാഹിബിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. മുൻവേദങ്ങൾ കാലഹരണപ്പെട്ടു, അത് അപ്രസക്തമായി, അതൊന്നും നിലനിൽക്കുന്നില്ല, അതൊന്നും അനുഷ്ഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരായത്ത് ഈ രീതിയിൽ കൊണ്ടുവരാൻ ഞാൻ അക്ബർ സാഹിബിനെ വെല്ലുവിളിക്കുകയാണ്. അസ്സലാമു. അല്ല, സുഹൃത്ത് ഒരുപാട് വെല്ലുവിളിയെല്ലാം ഉന്നയിച്ചിരിക്കുകയാണ്. സത്യത്തിൽ ഇത് വെല്ലുവിളിക്കുന്നുള്ളൊരു വേദിയല്ല, ഇത് ചോദ്യോത്തരത്തിൻ്റെ വേദിയാണ്. വെല്ലുവിളികൾ മറ്റൊരു തലത്തിലാണ് ഉണ്ടാകാറുള്ളത്. ഇവിടെ അദ്ദേഹം ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് പരിപാടിയിൽ ആളുകളുടെ എണ്ണമാണ്. ആ എണ്ണമൊന്നും അത്ര, പല പരിപാടികളും മുമ്പും ചെറിയ പരിപാടികളും വലിയ പരിപാടികളെല്ലാം നടക്കും. അതിന് ചിലത് പ്രാദേശിക പരിപാടികളായിരിക്കും, ചിലത് വളരെ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന രൂപത്തിലുള്ള പരിപാടികളായിരിക്കും. അങ്ങനെ എല്ലാം ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യം ഉണ്ടാകും. അതനുസരിച്ച് ആളുകൾക്ക് എണ്ണം വ്യത്യാസമെല്ലാം ഉണ്ടാവും. അതേപോലെ തന്നെ എൻ്റെ സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് പ്രധാനമായും ഇത്തരം പരിപാടികൾ ഇവിടുത്തെ മതേതര ഫാബ്രിക്കിന് വലിയ പ്രശ്നം ഉണ്ടാക്കിയതാണ്. ഞാൻ അദ്ദേഹത്തിനോട് ഒന്ന് കണ്ണു തുറന്ന് നോക്കാൻ പറയാനാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങളുടെ നിച്ചോ ട്രൂത്തിൻ്റെ എല്ലാ പരിപാടികളും ഞങ്ങളുടെ വെബ്സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ വെബ്സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു പരിപാടി ഇവിടുത്തെ മതേതര ഫാബ്രിക്കിന് ഏതെങ്കിലും രൂപത്തിൽ പ്രശ്നമുണ്ട് എന്ന് വസ്തുനിഷ്ഠമായി തെളിയിക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും അതിന് ഇന്ത്യയിൽ കൃത്യമായ നിയമ സംവിധാനങ്ങളുണ്ട്. ആ നിയമ സംവിധാനങ്ങളെയാണ് നമ്മൾ സമീപിക്കേണ്ടത്. കാരണം മതനിരപേക്ഷമായ ഒരു സാമൂഹ്യ സൃഷ്ടിക്ക് വേണ്ടിയാണ് ഇവിടെ തെൻവീർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇത്തരം പരിപാടികൾ പോലും നടത്തുന്നത്. കാരണം ആളുകൾ തമ്മിൽ സൗഹൃദം ഉണ്ടാകണം, സ്നേഹം ഉണ്ടാകണം. സംവാദങ്ങൾ പോലും നിച്ചോ ട്രൂത്ത് സംഘടിപ്പിച്ചത് മതേതര ഫാബ്രിക്കിനെ തകർക്കുകയല്ല ചെയ്തിട്ടുള്ളത്. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രസിഡന്റുമായി ഡോക്ടർ പൂന്തേഴത്ത് രാമചന്ദ്രനുമായി നടത്തിയ സംവാദം, പെരിന്തൽമണ്ണയിൽ വെച്ച് നടത്തിയ സംവാദം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴും നിച്ചോ ട്രൂത്തിൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. അദ്ദേഹം ആ സംവാദത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് സംവാദത്തിന് മുമ്പുണ്ടായിരുന്ന പല തെറ്റിദ്ധാരണകളും നീങ്ങുവാൻ ഈ സംവാദം നിമിത്തമായി. ആ ഫാബ്രിക്കിനെ തകർക്കുകയാണോ അതുവഴി ഉണ്ടാകുന്നത്? പിന്നീടുള്ളത് തൗറാത്തും ഇഞ്ചീലുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അദ്ദേഹം പറഞ്ഞ പ്രശ്നം തൗറാത്തും ഇഞ്ചീലുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് നമ്മളാരും തൗറാത്തിനെ തെറി പറയാനോ ഇഞ്ചീലിനെ തെറി പറയാനോ നിന്നിട്ടില്ല. പരിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞുവോ അത് അതേപോലെ പറയാണ് ചെയ്തിട്ടുള്ളത്. തൗറാത്ത് അവരുടെ പക്കലുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കൃത്യമായി മനസ്സിലാക്കുക, അവരുടെ പക്കൽ തൗറാത്തുണ്ട് എന്ന്. ഇന്നാ അൻസൽന തൗറാത്ത ഫീഹി ഹുദം വ നൂറ എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അള്ളാഹുവാണ് തൗറാത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ സന്മാർഗ ദർശനവും
വെളിച്ചവുമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വആതൈനാഹുൽ ഇൻജീല ഫീഹി ഹുദൻ വനൂറ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇഞ്ചീൽ അവതരിപ്പിച്ചിട്ടുണ്ട്, അതിൽ സന്മാർഗ ദർശനവും പ്രകാശവുമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഖുർആൻ മറ്റു പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദിഹിം ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت ايديهم فويل لهم مما يكسبون. പരിശുദ്ധ ഖുർആൻ അതും പറഞ്ഞിട്ടുണ്ട്. സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതിയുണ്ടാക്കി അത് പടച്ചവന്റെ പക്കൽ നിന്നാണ് എന്ന് പറഞ്ഞവർക്ക് നാശമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി തൗറാത്ത്, ഇന്ന് ബൈബിളിലുള്ള യഹൂദന്മാർ അംഗീകരിച്ചിട്ടുള്ള തോറാ പുസ്തകമാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സത്യമാക്കിയ തൗറാത്ത്? അങ്ങനെയാണോ എൻ്റെ സുഹൃത്തിൻ്റെ വാദം? എങ്കിൽ അദ്ദേഹം അവർ പറയുന്ന ഉൽപ്പത്തി പുസ്തകം മുതൽ പുറപ്പാട് പുസ്തകം വരെയുള്ള പുസ്തകങ്ങളൊന്നും ഇങ്ങനെ വായിച്ചു നോക്കിയാൽ മതി. അദ്ദേഹത്തിന് ആ വാദം തിരുത്തേണ്ടി വരും എന്നാണ് എൻ്റെ കൃത്യമായ നിരീക്ഷണം. അത് മോശെ പ്രവാചകനെ അവതരിപ്പിച്ചതായി ഇന്നാ അൻസൽന തൗറാത്ത്, നാം ആകുന്നു തൗറാത്ത് അവതരിപ്പിച്ചത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു അവതരിപ്പിച്ചതായി പരിശുദ്ധ ഖുർആൻ പറയുന്ന തൗറാത്ത് ആണ് പുറപ്പാട്, സംഖ്യ, ലേവ്യ, ആവർത്തനം, ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യ, ലേവ്യ, ആവർത്തനം തുടങ്ങിയ പുസ്തകങ്ങളിലുള്ളത് എന്ന് പറയാൻ കഴിയോ? അങ്ങനെ യഹൂദ പണ്ഡിതന്മാർ പോലും പറയണില്ല. അങ്ങനെ ക്രൈസ്തവ പണ്ഡിതന്മാരിൽ തന്നെ പെട്ട വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ പലരും അങ്ങനെ പറയുന്നില്ല. എന്തുകൊണ്ടാണത്? ഈ ബൈബിൾ പരിശോധിച്ചാൽ, ഈ 5 പുസ്തകങ്ങൾ പരിശോധിച്ചാൽ അതിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് എഴുതപ്പെട്ട പലതും കാണാൻ കഴിയും എന്നതുകൊണ്ട്, അതുകൊണ്ടാണ് ആ മൂസാ നബിക്ക് അള്ളാഹു അവതരിപ്പിച്ചു എന്ന് പറയുന്ന തൗറാത്ത് ഇന്ന് അതേപോലെ ഉപലബ്ധമല്ല. എന്നാൽ ആ തൗറാത്ത് അവരുടെ കൈകളിലുണ്ട്. ഉള്ള തൗറാത്തിൽ ആ പലതും കൂടിച്ചേരുകയും എടുത്തു മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്ന ഖുർആനിലെ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയുന്ന, നമ്മൾ പറയുന്നതല്ല, തീർച്ചയായും ആ വിഷയം പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ. ഉദാഹരണത്തിന് ആവർത്തന പുസ്തകത്തിലെ 34-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം നോക്കുക. അങ്ങനെ മോവാബ് ദേശത്ത് വെച്ച് ബേത്പെരിയോറിന് അടുത്ത് വെച്ച് കർത്താവിന്റെ ദാസനായ മോശെ മരിച്ചു. മൂസാ നബിക്ക് അള്ളാഹു അവതരിപ്പിച്ച തൗറാത്തിലെ വചനാട്ടോ ഞാൻ വായിക്കണത്. അങ്ങനെ ബേത്പെരിയോറിനടുത്തുള്ള മോവാബ് ദേശത്ത് ബേത്പെരിയോറിന് അടുത്തുള്ള സമതലത്തിൽ വെച്ച് കർത്താവിന്റെ ദാസനായ മോശ മരിച്ചു. മോശയെപ്പോലൊരു പ്രവാചകൻ പിന്നീട് ഇതേവരെ ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ ശവക്കുടിയുടെ സ്ഥലം എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല. ഇതെല്ലാം എൻ്റെ സുഹൃത്ത് പറഞ്ഞ അള്ളാഹു സത്യപ്പെടുത്തിയ മൂസാ നബിക്ക് അവതരിപ്പിച്ച തൗറാത്തിലുള്ളതാണ് എന്നാണോ പറയുന്നത്? അത് നമ്മൾ പറയുന്നത് ഇവിടെ ഇതേപോലെയുള്ള വേദികളിൽ വെച്ച് പോലുമല്ല. ഇത്തരം വിഷയങ്ങൾ സംവാദങ്ങൾ നടക്കാറുണ്ട്. ക്രൈസ്തവ പണ്ഡിതന്മാരുമായി സംവാദങ്ങൾ നടക്കാറുണ്ട്. ആ സംവാദങ്ങളിൽ തീർച്ചയായും ഇത്തരം വിഷയങ്ങൾ വരാറുണ്ട്, പറയാറുണ്ട്. അതിനർത്ഥം തൗറാത്ത് ആകെ പ്രശ്നമാണെന്ന് നമ്മൾ പറയാറില്ല. അങ്ങനെയല്ല. ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധ ഖുർആൻ സത്യപ്പെടുത്തുന്ന തൗറാത്തിന്റെ ബഹുഭൂരിപക്ഷ ഭാഗവും ഇന്ന് ഈ പഞ്ചപുസ്തകങ്ങളിലുണ്ട്. പക്ഷേ അത് മാത്രമല്ല അതിലുള്ളത്, പലതും എഴുതി ചേർത്തിട്ടുണ്ട്, പലതും കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദിഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ്. അവരുടെ കൈകൾ കൊണ്ട് പലതും എഴുതിയുണ്ടാക്കി അത് പടച്ചവന്റെ പക്കൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞു. ആ കാരണത്താൽ നാശമെന്ന്. ഇനി ഇഞ്ചീൽ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ട ഇഞ്ചീൽ, അത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ഖുർആനും അംഗീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ കാലത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ട ഇഞ്ചീൽ അതേപോലെയുണ്ട് എന്ന് ഖുർആനിൽ എവിടെയുമില്ല. ഇഞ്ചീലിന്റെ ആളുകൾ ഇഞ്ചീൽ അനുസരിച്ച് വിധി കൽപ്പിക്കട്ടെ എന്നുണ്ട്. അതിന്റെ അർത്ഥം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുള്ള ഇഞ്ചീൽ അതേപോലെ ഉണ്ട് എന്നല്ല.
മറിച്ച് ഇന്നുള്ള ബൈബിളിലാണല്ലോ ഇഞ്ചിയിൽ എന്ന് പറയണത്. ഏതൊക്കെയാണ് ഇന്നുള്ള ബൈബിളിലുള്ള ഇഞ്ചിയിൽ എന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞു തരുമോ? എന്തൊക്കെ എന്നുള്ള ബൈബിളിലുള്ളത്? മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം, അപ്പോസ്തല പ്രവർത്തികൾ, കാതോലിക ലേഖനങ്ങൾ, പൗലോസിന്റെ ലേഖനങ്ങൾ, വെളിപാട് പുസ്തകം. ഇതിലേതൊക്കെയാണ് ഇഞ്ചിയിൽ? യേശു ക്രിസ്തുവിന് പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് എഴുതപ്പെട്ട ബൈബിളിലെ ആദ്യത്തെ പുസ്തകങ്ങൾ പൗലോസിന്റെ ലേഖനങ്ങൾ ആണോ ഇഞ്ചിയിൽ? ഈസാ നബിയുടെ ജീവിതകാലത്തും ശേഷവുമെല്ലാം ഈസാ നബിയുടെ മതത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയും പിൽക്കാലഘട്ടത്തിൽ ഈസാ നബിയുടെ മതത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് പല സിദ്ധാന്തങ്ങളും പ്രചരിപ്പിക്കുകയും ചെയ്ത പൗലോസ് എഴുതിയ പുസ്തകങ്ങളാണോ ഇഞ്ചിയിൽ? മത്തായി എഴുതിയ പുസ്തകമാണോ ഇഞ്ചിയിൽ? മത്തായി ക്രിസ്തുവിന് ശേഷം 60 കൊല്ലങ്ങളിലെങ്കിലും കഴിഞ്ഞ് എഴുതിയതാണ് എന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്ന മത്തായി എഴുതിയ സുവിശേഷമാണോ ഇഞ്ചിയിൽ? യേശുവിന് ശേഷം 40 കൊല്ലങ്ങളെങ്കിലും കഴിഞ്ഞ് എഴുതിയതാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്ന മാർക്കോസ് എഴുതിയ സുവിശേഷമാണോ ഇഞ്ചിയിൽ? 70 വർഷങ്ങളെങ്കിലും കഴിഞ്ഞ് എഴുതിയതാണ് എന്ന് പറയുന്ന ലൂക്കോസിന്റെ സുവിശേഷമാണോ ഇഞ്ചിയിൽ? 90 വർഷങ്ങളെങ്കിലും കഴിഞ്ഞ് എഴുതിയതാണെന്ന് പറയുന്ന യോഹന്നാന്റെ സുവിശേഷമാണോ ഇഞ്ചിയിൽ? പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ടതാണ് ഇഞ്ചിയിൽ എന്നാണ്. മത്തായിക്കോ മാർക്കോസിനോ ലൂക്കോസിനോ യോഹന്നാനോ അവതരിപ്പിക്കപ്പെട്ടതല്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ട ഇഞ്ചിലിനെ കുറിച്ച് ബൈബിളിൽ തന്നെ പരാമർശമുണ്ട്. അങ്ങനെ യോഹന്നാൻ ബന്ധനസ്ഥനായതിനു ശേഷം യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് വന്നു. ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 14-ാമത്തെ വചനം എടുത്ത് പരിശോധിച്ചു നോക്കുക. ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു, ഇഞ്ചിയിലുള്ള പ്രസംഗിച്ചു. എന്നിട്ട് വന്നു ജനങ്ങൾക്കിടയിലേക്ക് ആര് വന്നു? യേശു വന്നു. എന്ന് ബൈബിളിൽ ആ ഇഞ്ചിലിന്റെ ദൈവത്തിന്റെ സുവിശേഷം ഇല്ല. അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടു പോയി. പറിച്ച് ഇന്നത്തെ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലും മാർക്കോസിന്റെ സുവിശേഷത്തിലുമെല്ലാം ആ ദൈവത്തിന്റെ സുവിശേഷത്തിലുള്ള അഥവാ യഥാർത്ഥ ഇഞ്ചിയിലുള്ള പല കോട്ട്സുമുണ്ട്, പല കാര്യങ്ങളുമുണ്ട്. പലതും അതിൽ കോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറയുന്നത്, അത് വസ്തുതയാണ്. ഖുർആൻ പറഞ്ഞ കാര്യം തന്നെ. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദിഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദി ഗൈരില്ലാഹ്. ഇത് ഖുർആനിനെതിരാണ് എന്ന് എൻ്റെ സുഹൃത്ത് പറയുമ്പോൾ അതിന് വസ്തുനിഷ്ഠമാകട്ടെ. സൂറത്തുൽ മാഇദയിൽ തീർച്ചയായും ഇഞ്ചീലിനെയും തൗറാത്തിനെയും എല്ലാം സത്യപ്പെടുത്തുന്നുണ്ട്, നമ്മൾ സത്യപ്പെടുത്തുന്നുണ്ട്. ഈമാൻ കാര്യങ്ങളിൽ മൂന്നാമത്തേതായി മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് എന്താ? കിതാബുകളിലുള്ള വിശ്വാസമാണ്. കിതാബുകളിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആനിൽ മാത്രമുള്ള വിശ്വാസമല്ല. പേര് പറയപ്പെട്ട എല്ലാ കിതാബുകളും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് വിശ്വസിക്കണം. അതേതാണ്? തൗറാത്താണ്, ഇഞ്ചീലാണ്, സബൂറാണ്, അതേപോലെ ഖുർആനാണ്. ഇതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് വിശ്വസിക്കണം. അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ഇന്നത്തെ പുസ്തകങ്ങൾ അത് അതേപോലെയാണ് എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ ആ പുസ്തകങ്ങളെക്കുറിച്ച് അത്രയധികം വിവരക്കേടുണ്ടാകണം, അല്ലെങ്കിൽ ഖുർആനെ കുറിച്ച് ഒരു വിവരവും ഇല്ലാതിരിക്കണം. അത് രണ്ടാലൊന്നുള്ള ആളുകൾക്ക് മാത്രമേ ഇത് ഇന്ന് ഉള്ള ഖുർആനിൽ സത്യപ്പെടുത്തിയ തൗറാത്തും ഇഞ്ചീലും ഇന്നുള്ള ബൈബിളിലെ തോറയും അതേപോലെ സുവിശേഷങ്ങളുമാണ് എന്ന് പറയാൻ കഴിയൂ എന്ന് മാത്രമാണ് എൻ്റെ സുഹൃത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.